Blue, the color of calmness, the color of freedom, security, and the color of inspiration. ബ്ലൂ നീലനിറം അഥവാ നീലവർണം. നീലനിറം നമ്മുടെ നയനങ്ങൾക്ക് എപ്പോഴും ദൃശ്യസുഖം നൽകുന്നതാണ്. അങ്ങനെയെങ്കിൽ രാവിലെ ഉറക്കമുണരുന്നത് മുതൽ സന്ധ്യയ്ക്ക് ഉറങ്ങാൻ കിടക്കുന്നതുവരെ നമ്മൾ കാണുന്നത് എന്തും നീല നിറത്തിലാണെങ്കിൽ അതെങ്ങനെയിരിക്കും? ആ അവസ്ഥയാണ് നമ്മുടെ സ്വന്തം രാജ്യമായ ഇന്ത്യയുടെ ഒരു പ്രത്യേക പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്ക് ഉള്ളത്. ആ പ്രദേശം ഏതാണെന്നല്ലേ? അതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. So dear friends, in this video we are going to see the magic of Blue City of India. നമ്മുടെ ഭാരതത്തിന്റെ ഏറ്റവും വലിയ സംസ്ഥാനമാണ് രാജസ്ഥാൻ. രാജസ്ഥാൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന എന്താണ്? മരുഭൂമി, താർ മരുഭൂമി. ഈ താർ മരുഭൂമിയുടെ ഏകദേശം സമീപത്താണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ബ്ലൂ സിറ്റി സ്ഥിതി ചെയ്യുന്നത്. ഈ ബ്ലൂ സിറ്റി ഇങ്ങനെ വീണ്ടും വീണ്ടും പറയുന്നതല്ലാതെ അത് ഏതാണ് ആ സ്ഥലം എന്ന് ഞാൻ ഇതുവരെ പറഞ്ഞില്ലല്ലോ. അത് മറ്റൊരിടവുമല്ല, ജോധ്പൂർ ആണ്. ജോധ്പൂർ നമുക്ക് നല്ല ഫെമിലിയർ ആയിരിക്കാം. ഒരു പക്ഷെ നമ്മുടെ ചെറിയ ക്ലാസ്സുകളിലെങ്കിലും GK പുസ്തകത്തിൽ നമ്മൾ ഫെമിലിയർ ചെയ്തിട്ടുണ്ടാകാം ഈ പറയുന്ന ജോധ്പൂരിനെ കുറിച്ച്. ബിക്കോസ് എപ്പോഴും നമുക്ക് ചോദിക്കാൻ ഇടയുള്ള ഏതാനും ചോദ്യങ്ങളിൽ ഒന്നാണ് വിച്ച് ഈസ് ദ ബ്ലൂ സിറ്റി ഓഫ് ഇന്ത്യ. അങ്ങനെ ചോദിച്ചാൽ ഏതായിരിക്കും ഉത്തരം? ജോധ്പൂർ. പക്ഷേ നമ്മൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ജോധ്പൂർ എന്ന പട്ടണത്തിന് ബ്ലൂ സിറ്റി എന്ന് പേര് വരാൻ കാരണമെന്ന്? ഓക്കെ, ഒരു ഗസ് കറക്റ്റ് ആണ്. അവിടുത്തെ കെട്ടിടങ്ങളെല്ലാം നീല നിറത്തിലാണ്. ശരി, കറക്റ്റ് ഗസ് ആണ്. അത് തന്നെയാണ് ഉത്തരം. പക്ഷെ എന്തുകൊണ്ട് നീലം? അതാണ് നമ്മുടെ ചോദ്യം. ജോധ്പൂർ എന്ന പട്ടണം ഉണ്ടായതിനൊരു ചരിത്രമുണ്ട്. 1459 രജപുത്ത് ചീഫായിരുന്ന റാവോ ജോധ രാത്തോർ തന്റെ ബുദ്ധിവൈഭവം കൊണ്ടും കാര്യക്ഷമത കൊണ്ടും അതോടൊപ്പം തന്റെ മികവുറ്റ ചിന്താഗതി കൊണ്ടും പണിതുയർത്തിയതാണ് ഈ പട്ടണം, ജോധ്പൂർ എന്ന പട്ടണം. അതുകൊണ്ടാണ് ജോധ പ്ലസ് പുർ. പുർ എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ എന്താണ്? പട്ടണം എന്നാണ് അർത്ഥം. അങ്ങനെ റാവോ ജോധയിലെ ജോധായും പട്ടണം എന്ന അർത്ഥം വരുന്ന പുറും ചേർത്ത് വെച്ചപ്പോൾ ജോധ്പൂറായി മാറി. ഇനി ജോധ എന്ന പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായിരിക്കും ഓർമ്മ വരിക? എന്റെ മനസ്സിലേക്ക് ഓടി വന്നത് ജോധ അക്ബർ എന്ന സിനിമയാണ്. നമ്മുടെ സ്വന്തം ഐശ്വര്യ റായിയുടെയും ഹൃതിക് റോഷന്റെയും മാസ്മരിക അഭിനയം കാഴ്ചവെച്ച സിനിമ കൂടിയാണ് ജോധ അക്ബർ. സിനിമയുടെ വിശേഷങ്ങൾ അവിടെ നിൽക്കട്ടെ, നമുക്ക് കാര്യത്തിലേക്ക് വരാം. സോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ജോധ്പൂരിനെ കുറിച്ചാണ്. ജോധ്പൂരിന്റെ ചരിത്രം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റാവോ ജോധയിൽ നിന്ന് തുടങ്ങുന്നതാണ്. അദ്ദേഹത്തിന്റെ ഭരണകാലത്തിന് ശേഷം പിന്നീട് ഒരുപാട് രജപുത്ത് രാജാക്കന്മാർ അവിടെ വാഴുകയുണ്ടായി. പിന്നീട് ഒരു കാലത്ത് മുഗൾ ഭരണം വരുന്നു. അതിനെ വീണ്ടും മറികടന്നുകൊണ്ട് രജപുത്ത് രാജാക്കന്മാർ തന്നെ വീണ്ടും അവിടെ വാഴ്ച നടത്തുന്നു. അതിനുശേഷം ബ്രിട്ടീഷുകാർ വരുന്നു. പിന്നീട് അങ്ങോട്ട് സ്വാതന്ത്ര്യ സമരമായി. അവസാനം ഇപ്പോൾ ഇന്ത്യയായി. ഇന്ത്യയുടെ ഭാഗമാണ് ഇപ്പോൾ ജോധ്പൂർ. അല്ലാതെ ജോധ്പൂർ ഒരു മറ്റൊരു രാജ്യമോ അങ്ങനെ ഒന്നുമല്ല. സോ അത് നമ്മുടെ ജസ്റ്റ് ഹിസ്റ്ററിയുടെ ഭാഗമായിരുന്നു. ഇനി ജോധ്പൂർ എന്തുകൊണ്ട് ബ്ലൂ സിറ്റിയായി മാറി? ഇതിന്റെ പ്രധാന കാരണം ജോധ്പൂർ പട്ടണത്തിലെ കെട്ടിടങ്ങളുടെ നിറമാണ്. അവിടെ നമ്മുടെ സാധാരണ നാട്ടിൽ കാണുന്നത് പോലെ ഒരു ഐവറി കളറോ അല്ലെങ്കിൽ ഒരു ക്രീം, ചിലപ്പോൾ ഒരു ടിന്റ് യെല്ലോ അല്ലെങ്കിൽ വൈറ്റ് അങ്ങനെയുള്ള കളറൊന്നുമല്ല. പക്ക ബ്ലൂ. ഓക്കെ, പക്ക ബ്ലൂ. ചിലപ്പോൾ അത് സ്കൈ ബ്ലൂ ആയിരിക്കാം, ചിലപ്പോൾ അത് കുറച്ചുകൂടി ഒരു ഡാർക്കർ ഷെയ്ഡ് ആയിരിക്കാം. അപ്പൊ അങ്ങനെ എത്രയാണെങ്കിലും ബ്ലൂ ആണ്. ഓരോ ബിൽഡിങ്ങും ബ്ലൂ ആണ്.
പക്ഷെ എന്ന് എഴുതിക്കൊണ്ട് ഈ ജോധ്പൂർ എന്ന് ഞാൻ എപ്പോഴും പറയുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള ആ മെട്രോപൊളിറ്റൻ സിറ്റി ഉണ്ടല്ലോ ജോധ്പൂർ, അതല്ല ഉദ്ദേശിക്കുന്നത്. ഈ പർട്ടിക്കുലർ ഇപ്പൊ ഈ നമ്മുടെ ഈ ചിത്രങ്ങളിൽ കാണുന്നത് പോലെയുള്ള ആ പ്രദേശം എന്ന് പറയുന്നത് ആക്ച്വലി ഈ മെഹനാങ് ഫോർട്ടിന്റെ ചുറ്റുമുള്ള പ്രദേശമാണ്. അതായത് ആ കോട്ട ഇച്ചിരി റേസ്ഡ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ അതിന്റെ താഴെയായിട്ട് ഉള്ളൊരു ഭാഗമാണ്. ആ കോട്ടയിൽ നിന്ന് താഴോട്ട് നോക്കിയാൽ ഇങ്ങനെ ഒരു കടലിരമ്പുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഈ ബിൽഡിങ്സ് പണിതിരിക്കുന്നത്. വളരെ ചെറിയ ചെറിയ ബിൽഡിംഗ് ആണ്, പക്ഷെ ഇങ്ങനെ ചേർത്ത് പാക്ഡ് ആയിട്ട് ആണത് ആ പ്രദേശം തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ അവിടെയാണ് പഴയ ബിൽഡിങ്സ് ആണ് കേട്ടോ. ഇപ്പോഴത്തെ പുതിയ മോഡേൺ ആർക്കിടെക്ചറുകളൊന്നും അങ്ങനെയല്ല. അവിടെയൊന്നും ആരും നീലെ പൂശാറില്ല. സോ ഇത് ഈ കുറച്ച് ഭാഗത്താണ് ഈ പറയുന്ന നമ്മൾ ബ്ലൂ സിറ്റി എന്ന് പേര് വരാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ പ്രദേശത്തിന് എന്തുകൊണ്ട് ഇവിടെ ആളുകൾ നീല അടിക്കുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് അത് നീലയായി മാറി എന്ന് പറയുന്നതിന് കുറേ റീസൺസ് ആൾക്കാർ പറയുന്നുണ്ട്. ഇതിൽ ഏതാണ് കറക്റ്റ് ഏതാണ് റോങ് എന്ന് ആർക്കും അറിയില്ല. കാരണം നമുക്ക് അന്ന് ജീവിച്ചിരുന്ന പൂർവികരെ വിളിച്ചു വരുത്തി നമുക്ക് ചോദിക്കാൻ കഴിയില്ലല്ലോ. അത്രത്തോളം നമ്മുടെ സയൻസ് വളർന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ചാൻസ് ഉണ്ടായിരുന്നു നമുക്ക് ഉറപ്പായിട്ടും അതൊന്ന് ആലോചിക്കാവുന്നതായിരുന്നു. പക്ഷെ ഇപ്പം പറ്റത്തില്ല. എനിവേ, എന്തെല്ലാമാണ് ഇതിന്റെ പിന്നിലെ റീസൺസ് ആയിട്ട് പറയുന്നത് വെച്ചാൽ, നമ്പർ 1, ഈ ബ്ലൂ കളർ, അവിടുത്തെ ഈ ചെറു കെട്ടിടങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ ബ്ലൂ കളർ ഇതിന്റെ ഒറിജിൻ ആക്ച്വലി നമ്മുടെ റാവോ ജോധയുടെ ഭരണകാലത്താണെന്ന് പറയപ്പെടുന്നുണ്ട്. അന്ന് തന്നെ രാജാവിന്റെ നിർദ്ദേശപ്രകാരം അവിടുത്തെ പ്രദേശവാസികൾ അല്ലെങ്കിൽ അവിടുത്തെ പ്രജ തങ്ങളുടെ കെട്ടിടങ്ങൾക്ക് നീല പൂശിയതാണെന്ന് പറയപ്പെടുന്നു. പിന്നെ മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മുടെ ഈ പഴയ കാലത്തൊക്കെ നമുക്കിവിടെ ഇന്ത്യൻ സൊസൈറ്റിയിൽ മെയിൻ ആയിട്ട് നമ്മൾ കാണുന്നത് ഇവിടുത്തെ കാസ്റ്റ് സിസ്റ്റം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പൊ ബ്രാഹ്മിൺസ് ഉണ്ട്, അതിന്റെ താഴോട്ട് ഒരുപാട് കാസ്റ്റ് സെക്ഷൻസ് ഉണ്ട്, കാസ്റ്റുകളുണ്ട്. അപ്പൊ ഈ ബ്രാഹ്മിൺസ് താമസിക്കുന്ന വീടുകൾക്കാണ് നീല നിറം പൂശിയിരുന്നത് എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പൊ ആ വീടുകൾ നമുക്ക് ഇങ്ങനെ എടുത്തു നിൽക്കും. അവിടെ ബ്രാഹ്മിൺസ് ആണ് താമസിക്കുന്നത്. അതുപോലെ നീല നിറം കൊടുക്കാത്ത വീടുകളിലെല്ലാം നോൺ ബ്രാഹ്മിൻസ് ആണ് താമസിക്കുന്നതെന്ന് പുറമേ നിന്നുകൊണ്ട് തന്നെ, വാതിൽ മുട്ടാതെ തന്നെ നമുക്ക് തിരിച്ചറിയാനുള്ള ഒരു മാർഗമായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അതും മറ്റൊരു റീസൺ ആണ്. പിന്നെ വേറൊന്നെന്ന് പറയുന്നത് ടെർമൈറ്റ്സ് അഥവാ ചിതലുകൾ. അപ്പൊ ഈ ചിതലിനെ തുരത്താൻ വേണ്ടിയിട്ട് ഈ ഭിത്തിയിലൊക്കെ വൈറ്റ് വാഷ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അവർ വൈറ്റ് വാഷിന്റെ കൂടെ കോപ്പർ സൾഫേറ്റും ആഡ് ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട്. കോപ്പർ സൾഫേറ്റ് ടെർമൈറ്റ്സിനെ അകറ്റി നിർത്തും. സോ അങ്ങനെ വൈറ്റ് വാഷിനോടൊപ്പം ഈ കോപ്പർ സൾഫേറ്റ് ആഡ് ചെയ്തത് മൂലമാണ് എന്ത് സംഭവിച്ചത്, ഇവിടുത്തെ ബിൽഡിങ്സിന് ഭിത്തിക്കെല്ലാം നീല നിറം വന്നത് എന്നാണ് ഒരു റീസൺ പറയുന്നത്. ഇനി അതൊരു കൺവിൻസിംഗ് ആയ റീസൺ ആണ്. ഓക്കെ, നമുക്ക് അംഗീകരിക്കാം, പോട്ടെ. ഇനി വീണ്ടും ഒരു റീസൺ ഉണ്ട്, ഇനി പുറകെ വരുന്നുണ്ട് കേട്ടോ, ഒരെണ്ണോട് ഞാൻ പറയാം. ഓക്കെ, അപ്പൊ ഈ അടുത്ത റീസൺ എന്ന് പറയുന്നത് ഇൻഡിഗോയാണ്. ഇൻഡിഗോ ഈ പേര് കേട്ടിട്ടില്ലേ? മറന്നുപോകാൻ ഒരു സാധ്യതയില്ല. കാരണം എന്താണ്, നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിപ്ലവമാണ് ഇൻഡിഗോ റെവല്യൂഷൻ. സോ നമ്മൾ അടുത്ത റീസണായി കാണുന്നത് ഇൻഡിഗോയാണ്. ഇൻഡിഗോ മലയാളത്തിൽ നീലയമരി എന്ന് പറയും. അപ്പോൾ എന്താണ് ഇവിടെ ആളുകൾ പറയുന്നത്, ഈ ഭിത്തിയിൽ അടിക്കുന്ന പെയിന്റില് നാച്ചുറൽ ഡൈ ആയ ഇൻഡിഗോ ചേർത്തിട്ടാണ് അടിച്ചത്. അതായത് എൻവയോൺമെന്റ് ഫ്രണ്ട്ലി എന്ന രീതിയിൽ നമ്മുടെ ഇൻഡിഗോയും ചേർത്ത് ഭിത്തിക്ക് ഒരു കളറും കിട്ടൂല്ലോ. അപ്പൊ ആ രീതിയിൽ നീലയമരി ഇതില് ചേർത്തിട്ടാണ് പെയിന്റ് അടിച്ചത് എന്ന് പറയപ്പെടുന്നുണ്ട്. അതാണ് അടുത്ത റീസൺ. ഇനി വീണ്ടും ഒരു റീസണും കൂടെ ആളുകൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ ജോധ്പൂർ എന്ന ഭൂപ്രദേശം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന്, താർ മരുഭൂമിയുടെ അടുത്താണ്. ഈ താർ മരുഭൂമി എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ചൂട് കൂടിയ മരുഭൂമികളിൽ ഒന്നാണ്. അപ്പൊ അതിന് സമീപത്തുള്ള ഒരു പ്രദേശമാണ് ജോധ്പൂർ. അപ്പൊ അവിടെ എന്തായിരിക്കും ടെമ്പറേച്ചർ? ജസ്റ്റ് ഇമാജിൻ. ഈ മഴയുള്ളപ്പോഴും ചെറുതായിട്ടേ മഴയേ ഉള്ളൂ, വല്ലപ്പോഴും പെയ്യുള്ളൂ. പ്രത്യേകിച്ച് ആ ജൂൺ ടു സെപ്റ്റംബർ ആ ഒരു മാസങ്ങൾക്കിടയിലാണ് മഴയൊക്കെ പെയ്യുന്നത്.
അങ്ങനെ പെയ്യുന്ന കുറച്ച് കാലത്തും പിന്നെ കുറച്ച് തണുപ്പ് വരുന്ന വിന്റർ സീസണിലും ഒഴിച്ചാൽ ബാക്കിയുള്ള ഈ സമ്മർ സീസണിലൊക്കെ വളരെ എക്സ്ട്രീം ടെമ്പറേച്ചർ ആണ്. അപ്പൊ എന്ത് ചെയ്യണം? നമുക്ക് ആ ടെമ്പറേച്ചറിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനായിട്ട് അവിടുത്തെ വീടുകളെല്ലാം വീടിന്റെ ഉള്ളിൽ അറ്റ്ലീസ്റ്റ് ഇന്റീരിയർ ഭാഗത്തെങ്കിലും തണുത്തിരുന്നാൽ മാത്രമേ, തണുത്തല്ലെങ്കിൽ ഒരു റൂം ടെമ്പറേച്ചർ എങ്കിലും കീപ്പ് ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമേ അവിടെ താമസിക്കുന്ന ആളുകൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ, അതായത് ജീവിക്കാൻ പറ്റുള്ളൂ. സോ അതാണ് നമ്മുടെ ഈ പറയുന്ന, ഞാൻ ഇനി റീസൺസ് കുറെ എണ്ണം പറഞ്ഞല്ലോ, അതിൽ ഏറ്റവും അവസാനമായിട്ട് തരാൻ പോകുന്ന റീസൺ അതാണ്. കാരണം അവര് എന്താണ്, അവിടുത്തെ ആളുകൾ പറയുന്നത് ഈ നീല നിറം കൊടുത്തത് ഒരു കൂളിംഗ് എഫക്റ്റിന് വേണ്ടിയിട്ടാണ്. കൂടിയ ടെമ്പറേച്ചർ ആണ് പുറത്ത്, അങ്ങനെ വരുമ്പോൾ അകത്തെങ്കിലും ഞങ്ങൾക്കൊന്ന് ജീവിച്ചു പോകാൻ വേണ്ടിയിട്ട് നീല നിറം അടിച്ചിരിക്കുകയാണ്. അപ്പം നമുക്കൊരു ഡാർക്ക് കളേഴ്സ് ഒക്കെ ഭയങ്കരമായിട്ട് ചൂട് അബ്സോർബ് ചെയ്യുന്ന കളേഴ്സ് ആണ്. പക്ഷെ കുറച്ച് ലൈറ്റ് കളേഴ്സ് ആണെങ്കിൽ, എക്സ്പെഷ്യലി ബ്ലൂ ഒക്കെ ആണെങ്കിൽ ഒരു കൂൾ കളറാണ്. അപ്പൊ എന്ത് ചെയ്യുന്നു, അത് ചൂട് വലിച്ചെടുക്കില്ല അകത്ത്. അപ്പൊ അകം എപ്പോഴും ഒരു കൂളായ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഈ കളർ കൊടുത്തത് എന്നും പറയപ്പെടുന്നുണ്ട്. എന്ത് തന്നെയാണ് റീസൺ എങ്കിലും ആ എൻറ്റയർ പ്രദേശം, അത് തൊട്ടടുത്ത് നമ്മൾ അതിൽ നടക്കുമ്പോഴും ആ കെട്ടിടങ്ങൾക്കുള്ളിലൂടെയോ അല്ലെങ്കിൽ നമുക്ക് അതിലെ ആ പോകുന്ന പേവ്മെന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിലെല്ലാം നടന്നു കഴിയുമ്പോൾ നമ്മൾ കാണുന്ന ഒരു ലോകം ഫുൾ ബ്ലൂ ആണ്. നല്ല നല്ല രസമുണ്ട്. കാരണം വെച്ചാൽ നമ്മുടെ ഡോറുകളായിക്കോട്ടെ, ഇനി ഈ ഭിത്തി എന്ന് പറയുന്ന വെറുതെ ഇങ്ങനെ പെയിന്റ് അടിച്ചേക്ക് മാത്രമല്ല, അവിടെ ഒന്നാമത് വളരെ വലിയൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ്, ഒരുപാട് ആളുകൾ കാണുന്നതാണ്. പക്ഷെ ഈ ജോധ്പൂർ ഒരിക്കലും ഗോൾഡൻ ട്രയാങ്കിളിന്റെ കൂടെ വരുന്നതല്ല. ആൾക്കാർ ടൂർ പാക്കേജ് എടുക്കുന്ന ആൾക്കാർക്ക് അറിയാം ഇന്ത്യയിൽ ഗോൾഡൻ ട്രയാങ്കിൾ എന്താണെന്ന്. ഇന്ത്യൻ ഗോൾഡൻ ട്രയാങ്കിൾ ഏതായിരിക്കും? ആഗ്ര, ഡൽഹി, അത് രണ്ടും ഓഫ് കോഴ്സ് ഉണ്ടാകും. അതോടൊപ്പം വരുന്നത് ജയ്പൂർ ആണ്. ജയ്പൂർ എന്ന് പറയുന്നത് എഗെയിൻ അതൊരു കളർ ഉണ്ട് അവിടെ, പിങ്ക് സിറ്റി എന്നാണ്. കാരണം അവിടുത്തെ ബിൽഡിങ്സിന് പിങ്ക് കളറാണ്. സോ അത് പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്നു. ഈ പറയുന്ന ജയ്പൂർ, നമ്മുടെ രാജസ്ഥാന്റെ തലസ്ഥാന നഗരിയായ ജയ്പൂറും ഡൽഹിയും ആഗ്രയും വരുന്ന ഈ പാക്കേജിനകത്ത് പൊതുവെ ജോധ്പൂർ ഉൾപ്പെടാറില്ല. കാരണം ജോധ്പൂർ ഇപ്പൊ ജയ്പൂരിനെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ കുറച്ച് ഡിസ്റ്റൻസിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഒരു 350 കിലോമീറ്റർ മാറിയാണ്. നമ്മൾ പറഞ്ഞല്ലോ മരുഭൂമിയോട് കുറച്ച് അടുത്തായിട്ടാണ് ഇത് വരുന്നത്. അപ്പൊ ഇത് ഒരിക്കലും ടൂർ പാക്കേജിനകത്ത് ഉൾപ്പെടാറുള്ള സ്ഥലമല്ല ജോധ്പൂർ. സ്റ്റിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് പോയി സന്ദർശിക്കാവുന്ന ഇടമാണ് ജോധ്പൂർ. ജോധ്പൂർ ഇങ്ങനെ ഇതുപോലെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരുടെയൊക്കെ ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ തന്നെയാണ്. കാരണം നമുക്കറിയാം ഒരുപാട് സിനിമകളൊക്കെ അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഏറ്റവും ഫേമസ് ആയ ഡാർക്ക് നൈറ്റ് റൈസസ് ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അവിടെ. അപ്പൊ അതുകൊണ്ട് ആൾക്കാർക്കെല്ലാം അവിടെ ചെന്ന് കാണാനും സെൽഫി എടുക്കാനും അതുപോലെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. കാരണം ഇതുപോലെ ഒരു നീല നിറമുള്ള ലോകം അത് റെയർ ആണെന്ന് ഞാൻ പറയില്ല. കാരണം ഇതിലും ഒരുപക്ഷെ പോപ്പുലാരിറ്റി ഉള്ള ചില ഡെസ്റ്റിനേഷൻസ് ഉണ്ട്. അതിനുദാഹരണമാണ് മൊറോക്കോയിലെ ഷെഫ്ഷാവൻ. ഒരുപക്ഷെ നിങ്ങളിങ്ങനെ ബ്ലൂ ബിൽഡിങ്സ്ന്നോ അല്ലെങ്കിൽ ബ്ലൂ പ്ലേസസ് ഓൺ എർത്ത് എന്നൊക്കെ ഇങ്ങനെ ഗൂഗിൾ സെർച്ച് ചെയ്യുവാണെങ്കിൽ ആദ്യം വരുന്ന ഫോട്ടോയായിരിക്കും ഷെഫ്ഷാവന്റെ. അത്ര ഫേമസ് ആണ് ഷെഫ്ഷാവൻ. ഓക്കെ, അവിടെ ഇതുപോലെ തന്നെ നമ്മുടെ ഈ ജോധ്പൂർ പോലെ ഫുൾ ബിൽഡിങ്സ് ഇങ്ങനെ ബ്ലൂ കളറാണ്. അതിനും നല്ല ഒരു സൂപ്പർ ഹിസ്റ്ററി ഉണ്ട് അതിന്റെ പിന്നിൽ. ബ്ലൂ കളർ വരാൻ ഒരു ഹിസ്റ്ററി ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഇട്ടിരിക്കുകയാണ് ഹോംവർക്കായിട്ട്. സോ അപ്പൊ നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞ ഇന്ത്യ അതുപോലെ തന്നെ മൊറോക്കോ ഈ രാജ്യങ്ങളിൽ മാത്രമല്ല കേട്ടോ, ഗ്രീസില് സ്പെയിനിലൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള ബ്ലൂ ലാൻഡ്സ് കാണാനായിട്ട് കഴിയും. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെട്ട ജോധ്പൂരിലേക്ക് ആർക്കൊക്കെയാണ് പോകാൻ ആഗ്രഹമെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ നമ്മൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു സ്ഥലവുമായിട്ട് നമുക്ക് നാളെ കാണാം. സോ ടിൽ ദെൻ ബൈ.